ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ സൺഡേ ആയിട്ട് ഇങ്ങനെ വെറുതെ ഇരുന്നപ്പോഴാണ് ഞാൻ കരുതിയത് നമുക്ക് ഫേസിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന്. അപ്പോൾ നമുക്ക് വീട്ടിലിരുന്ന് തന്നെ ഒരു ഫേഷ്യൽ എങ്ങനെ ചെയ്യാമെന്നാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത്. മിക്കപ്പോഴും ഇങ്ങനെ ഫങ്ഷൻസ് ഒക്കെ വരുന്ന സമയത്ത് ഞാൻ സലൂണിൽ പോയായിരുന്നു ഒരു ഫേഷ്യലൊക്കെ ക്ലീനപ്പും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്, നമുക്ക് ഒരുപാട് ബ്രാൻഡിൻ്റെ ഫേഷ്യൽ കിറ്റൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പം ഞാനും ഒരു ഫേഷ്യൽ കിറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഒരു പപ്പായയുടെ ഫേഷ്യൽ കിറ്റാണ് വാങ്ങിച്ചത്. ഇതൊരു ലെവൽ 6 വരെ ഉണ്ട് ഇത്. അപ്പം നമുക്ക് ഇത് അപ്ലൈ ചെയ്യുന്നത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പം നിങ്ങളും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം ഞാനും കാണിച്ചു തരാം. ഓക്കെ, അപ്പം നമുക്ക് ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അപ്ലൈ ചെയ്ത് നോക്കാം. ലെവൽ 6 വരെ ഉണ്ട്, അത് നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പം ഞാൻ നിങ്ങളെ ഇത് ഫുൾ വീഡിയോയിൽ കാണിച്ചു തരാം. ആദ്യം നമ്മൾ എടുത്തേക്കുന്ന ക്ലെൻസറാണ്. ഈ ക്ലെൻസർ നമ്മൾ ആദ്യം ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പം ഇത് കട്ട് ചെയ്തെടുത്ത് ഇതിനകത്ത് ഒരു നല്ലപോലെ ക്വാണ്ടിറ്റി ഉണ്ട്. ഇത് ഞാനും എൻ്റെ സിസ്റ്ററും കൂടെയാണ് ഇത് യൂസ് ചെയ്തത്. അപ്പം ഞാൻ എൻ്റെ ഫേസിലേക്ക് ഇതൊരു ചെറിയ ഡോട്ടുകളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഫേസ് ഫുള്ള് കവർ ചെയ്തിട്ട് വേണം ഇതിടാനായിട്ട്. അപ്പം ആ ഒരു ക്ലെൻസർ എൻ്റെ ഫേസിലേക്ക് ഞാൻ ആ ഒരു ഫുൾ ഭാഗത്തേക്ക് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഫേസിൽ എന്ത് അപ്ലൈ ചെയ്താലും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് മസാജിങ് ആണ്. അപ്പം നമ്മളൊരു സലൂണിൽ പോയാൽ തന്നെ അവർ നമുക്ക് അത്യാവശ്യം നന്നായിട്ട് തന്നെ മസാജ് ചെയ്ത് തരാറുണ്ട്. അപ്പോൾ അതൊന്നും നമുക്ക് അറിയത്തില്ലെങ്കിലും ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ റെഫർ ചെയ്ത് മസാജിങ് ഒക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് വെച്ചിട്ട് എൻ്റെ ഫേസിൽ നന്നായിട്ട് ആ ക്ലെൻസർ അപ്ലൈ ചെയ്തിട്ട് കുറച്ച് അത്യാവശ്യം തന്നെ നന്നായിട്ട് മസാജ് ചെയ്യുന്നുണ്ട്. എൻ്റെ ഉമ്മച്ചിയും എൻ്റെ സിസ്റ്ററും ഇത് അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പം ഞാനത് നന്നായിട്ട് മസാജ് ചെയ്ത് എൻ്റെ ഫേസിലേക്ക് അപ്ലൈ ചെയ്തു. ഞാൻ ഒരു 5 to 8 മിനിറ്റ്സ് ഒക്കെ ഫേസിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഒരു നനഞ്ഞ ടവലെടുത്ത് നമ്മളിത് പതുക്കെ തുടച്ച് അല്ലെങ്കിൽ റിമൂവ് ചെയ്ത് മാറ്റേണ്ടതാണ്. അപ്പം നമ്മുടെ ഫേസിനെ ഒരുപാട് വേദനിപ്പിക്കാതെ നമ്മൾ അത് റിമൂവ് ചെയ്ത് മാറ്റുക. എന്നിട്ട് നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പ് ആയ സ്ക്രബാണ് അടുത്ത യൂസ് ചെയ്യുന്നത്. അതും നമ്മുടെ ഫേസിലേക്ക് ഡോട്ടായിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. സ്ക്രബ് ആയതുകൊണ്ട് തന്നെ അതിനകത്ത് കുറച്ച് തരി പോലുള്ള ഐറ്റംസ് കാണും. അപ്പോൾ ഒത്തിരി നോവിക്കാതെ ഭയങ്കര സിമ്പിളായിട്ട് നമ്മളത് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മസാജിങ് കുറച്ച് സോഫ്റ്റ് ആക്കിയേക്കുക. ആ തരി പോലുള്ള ആ ഒരു സംഭവം നമ്മുടെ ഫേസിനെ വേദനിപ്പിക്കാതെ അത് പതിയെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. എൻ്റെ ഫേസിൽ ഞാൻ അത്യാവശ്യം നന്നായിട്ട് തന്നെ മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മസാജ് ചെയ്തതിന് ശേഷമുള്ള ഒരു ഇതാണ് ഇപ്പോൾ എൻ്റെ ഫേസിൽ കാണുന്നത്. എൻ്റെ സിസ്റ്റർ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് അതിനകത്ത് കാണിക്കുന്നുണ്ട്. അവൾ അപ്ലൈ ചെയ്തതേ ഉള്ളൂ. അപ്പം ഞാനത് ഒരു 5 to 8 മിനിറ്റ്സ് അതും വെച്ചിട്ട് അത് വാഷ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ വാഷ് ചെയ്ത് കളയണം. എന്നിട്ട് നമ്മളൊരു നനഞ്ഞ ടവൽ വെച്ചിട്ട് തുടച്ച് മാറ്റുക. അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു സലൂണിൽ പോയി ചെയ്യുമ്പോൾ നമുക്ക് അത്യാവശ്യം എമൗണ്ട് സ്പെൻഡ് ചെയ്യേണ്ടി വരും. പക്ഷെ ഞാനിത് വാങ്ങിച്ചത് ഒരു വെറും 70 റുപ്പീസ് മുടക്കിയിട്ടാണ്. അപ്പം അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ബാക്കി വിശേഷങ്ങൾ പറയാം. അടുത്തത് നമ്മുടെ തേർഡ് സ്റ്റെപ്പായ ഒരു ജെല്ലാണ്. ഈ ജെല്ല് ഞാൻ ഡോട്ടായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ജെല്ല് ശരിക്കും പറഞ്ഞാൽ ഇട്ട് കഴിഞ്ഞപ്പോൾ ഫേസിൽ നല്ല ഗ്ലോ ഒക്കെ എനിക്ക് കാണാൻ സാധിക്കുന്നു. നിങ്ങൾക്കും കാണാൻ സാധിക്കുന്നില്ലേ ഗൈസ്? അപ്പോൾ നല്ല ഗ്ലോ ഒക്കെ വന്നു, നല്ല തണുപ്പൊക്കെ ഫീൽ ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ഒരു അടിപൊളിയായിട്ടുണ്ടായിരുന്നു ആ ജെല്ലിട്ടപ്പം. ഈ ജെല്ലും നമ്മളൊരു 8 to 10 മിനിറ്റ്സ് ഫേസിൽ അപ്ലൈ ചെയ്ത് നന്നായിട്ട് മസാജ് ചെയ്ത് നമ്മുടെ ഫേസിൽ വെക്കണം. നന്നായിട്ട് ഇതും മസാജ് ചെയ്യണം. മസാജിങ്ങിലാണ് നമ്മുടെ ആ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഇരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ അപ്പം നിങ്ങൾ എന്തായിട്ട് നന്നായിട്ട് മസാജ് ചെയ്യുക. മസാജ് ചെയ്തതിന് ശേഷം ഇതും നമ്മളൊരു നനഞ്ഞ ടവലിട്ട് അതും റിമൂവ് ചെയ്ത് മാറ്റുക. നനഞ്ഞ ടവൽ തന്നെ യൂസ് ചെയ്യണം. കാരണം ഡ്രൈ ടവലാണെങ്കിൽ നമ്മുടെ ഫേസിന് അത് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നനഞ്ഞ ടവലാണ്, ഈസി ആയിട്ട് വരും. പിന്നെ നമ്മൾ ഫോർത്ത് സ്റ്റെപ്പിലേക്കാണ് കടക്കുന്നത്. ഫോർത്ത് സ്റ്റെപ്പ് എന്താണെന്ന് ചോദിച്ചാൽ ക്രീമാണ്. ഈ ക്രീം നമ്മുടെ ഫേസിൽ ഡോട്ടായിട്ട് തന്നെ അപ്ലൈ ചെയ്യുക. എല്ലാ ഭാഗത്തും അപ്ലൈ ചെയ്യണം. കഴുത്തും ഇൻക്ലൂഡ് ചെയ്യണം കേട്ടോ ഗൈസ്. അപ്പം കഴുത്തിലും നമ്മൾ
ഇത് അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ഈ ക്രീമും നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേന് ഈ വൈറ്റ് കളറായിരുന്ന ക്രീം ഒരു ഓയിലി കണ്ടൻ്റ് ഉള്ള പോലെ നമുക്ക് ഫീൽ ചെയ്യും. ആ ഒരു കളറിലേക്ക് ഇത് മാറും. ഞാൻ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേന് എൻ്റെ ഫേസിലും അത് കാണാൻ സാധിക്കും. ഞാനും അടിപൊളിയായിട്ട് മസാജ് ചെയ്യുന്നുണ്ട് ഗൈസ്. അപ്പോൾ നിങ്ങളും ഇതുപോലെ തന്നെ അടിപൊളിയായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. മസാജ് ചെയ്തതിന് ശേഷം ഫേസ് വാഷ് ചെയ്യുക. ഫേസ് വാഷ് ചെയ്തതിന് ശേഷം നമ്മുടെ ലാസ്റ്റ് 2 സ്റ്റെപ്പ് ഇനിയും ചെയ്യാനായിട്ടുള്ളൂ. സെക്കൻഡ് ലാസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ഫേസ് മാസ്ക് ആണ്. ആ ഫേസ് മാസ്കും അത്യാവശ്യം ക്വാണ്ടിറ്റിയിലെടുത്ത് ഡോട്ടായിട്ട് തേച്ച് കൊടുത്തിട്ട് നമ്മുടെ ഫേസിൽ മസാജ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഫുൾ കവർ ചെയ്ത് തേച്ച് പിടിപ്പിച്ചാൽ മാത്രം മതി. നമ്മുടെ കഴുത്തിലും തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് നമ്മളൊരു 10 to 15 മിനിറ്റ്സ് എന്തായാലും നമ്മുടെ ഫേസിൽ ഇത് വെക്കണം. കാരണം അത് ഡ്രൈ ആവാനായിട്ട് അത്രയും സമയം എടുക്കും ഗൈസ്. ഞാൻ 10 മിനിറ്റ്സാണ് വെച്ചത്, പക്ഷെ എന്നെ ഉണങ്ങിയില്ലായിരുന്നു. അപ്പം അത് ഉണങ്ങാനായിട്ട് ഒരു 15 മിനിറ്റ്സ് എടുത്തു. അപ്പം അത് ചെയ്തതിന് ശേഷം അത്രയും സമയം എടുത്ത് നിങ്ങൾ വെയിറ്റ് ചെയ്ത് അത്രയും എടുത്ത് കഴിയുമ്പോഴത്തേന് വാഷ് ചെയ്ത് കളയുക. അപ്പോൾ ലാസ്റ്റ് സ്റ്റെപ്പിനെയും സോറി ഗൈസ്, സിറമാണ് തേക്കാനുള്ളത്. അപ്പോൾ നമ്മൾ വാഷ് ചെയ്തതിന് ശേഷം ഞാൻ ഫ്രഷ് ആയിട്ടാണ് സിറം തേച്ചത്. അപ്പോൾ സിറം തേച്ച് കഴിഞ്ഞിട്ട് നമ്മൾ എവിടെയാണോ പോകാനുള്ളത് അവിടെ നമ്മൾ പോയിക്കൊള്ളുക. ഞാനിതിന് ശേഷം ജസ്റ്റ് ഒരു ബേബി പൗഡർ മാത്രമേ എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ടുള്ളൂ ഗൈസ്. കുറച്ച് ലിപ്സ്റ്റിക്കും ഇട്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ കുട്ടി വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നിങ്ങൾക്ക് സലൂണിൽ പോകാതെ തന്നെ ഒരു സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഒരു ഫേഷ്യൽ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പം എൻ്റെ കുട്ടി വ്ലോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു. ബൈ.